Good morning. Morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay, class start ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ ഓഡിറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് ഓഡിറ്റ് അല്ലെ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓഡിറ്റ് പറയുമ്പോൾ എന്താണ് സാധാരണ നമ്മൾ ഓഡിറ്റ് കേട്ടിട്ടുണ്ട് അല്ലെ. ഓർഗനൈസേഷനിൽ ഓഡിറ്റ് നടത്താതെ, അതുപോലെ തന്നെ എന്താണ് കുടുംബശ്രീയില് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിലുള്ള കാര്യങ്ങൾ കണക്ക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റ് ബന്ധപ്പെടുത്തുമ്പോൾ എന്താണ് മീനിങ് വരുന്നത്? രോഗികൾക്ക് കൊടുക്കുന്ന കെയർ അല്ലെ, നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ടോ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, ക്ലിനിക്കൽ സർവീസുകൾ നല്ല നിലവാരത്തോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് അസസ് ചെയ്യുന്നതിനാണ് ഈ ഓഡിറ്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം കേട്ടോ. എന്താണ്? A systematic and critical assessment of the planning, delivery and evaluation of service with regard to efficiency, effectiveness and quality within given resources. A systematic and critical assessment. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിട്ടയായിട്ടുള്ള അല്ലെ. ക്രിട്ടിക്കൽ എന്താണ്? ക്രിട്ടിക്കൽ എന്താണ്? ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്തായിരിക്കും? ഗൗരവം. ഗുരുതരമായ അല്ലെ. ഓക്കെ, ഗുരുതരമായ. ഓക്കെ, ഗുരുതരം. ഓക്കെ, ഗുരുതരമായ അല്ലെ. ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് പ്ലാനിങ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസ് with regard to efficiency, effectiveness and quality within given resources. എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? എഴുതിയിരിക്കുന്നതിന്റെ മീനിങ് ഒന്ന് വെച്ച് പറയാം. നൽകിയിരിക്കുന്ന വിഭവങ്ങളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഒന്നുകൂടി മിസ് വായിക്കാം, അതിന്റെ മീനിങ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. നൽകിയിരിക്കുന്ന വിഭവങ്ങളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു തരാം. നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ ആരൊക്കെ ഉണ്ടാവാം? ഡോക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റാഫുകൾ അല്ലെ, പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും അല്ലെ. അവിടെ അവർ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് രോഗികൾക്ക് കൊടുക്കുന്നത് അല്ലെ. ഇനി ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക? ട്രീറ്റ്മെന്റുമായിട്ട് അല്ലെ. നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് കെയർ കൊടുക്കുക, അതുപോലെ തന്നെ എന്താ പറയാ മെഡിസിനുമായിട്ട് അല്ലെ. മെഡിസിൻ നല്ല രീതിയിലുള്ള പരിചരണം, മെഡിസിൻ ഒക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കെയർ വേണം പേഷ്യൻസിന് കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ടോട്ടലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കാര്യക്ഷമമായിട്ടും ക്രിട്ടിക്കലായിട്ടും വിലയിരുത്തുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, പല സ്റ്റാഫുകളും അല്ലെ, അതർ സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവര് രോഗികൾക്ക് കൊടുക്കുന്ന കെയർ എങ്ങനെയായിരിക്കണം? ക്വാളിറ്റിയോട് കൂടിയിട്ടായിരിക്കണം അല്ലെ. നല്ല രീതിയിൽ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാം, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാം,
അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യമായാലും നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റി കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കലായിട്ടും വിലയിരുത്തുന്ന രീതിയാണ് ഓഡിറ്റ്. ഓക്കെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായ രീതിയിൽ അവിടെ എഴുതി വെക്കാം കേട്ടോ. വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം, ഒരു ചുരുക്കി പറഞ്ഞു തരാം കേട്ടോ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന പല മെഡിസിന്റെ കാര്യങ്ങളായാലും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊടുക്കണം അല്ലെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ്. മനസ്സിലായോ? നെക്സ്റ്റ് സെന്റൻസ് നോക്കാം കേട്ടോ. It is the assessment of data, documents and resources to inspect performance of system if meet specified standards. ഇനി എന്താണ് ആ സെന്റൻസ് പറയുന്നത്? It is the assessment of data, document and resources to inspect performance of systems of if meets specified standards. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ്. ഒന്നുകൂടി പറയാം, നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ്. ഓക്കെ, കൃത്യമായിട്ട് പറയാം. എന്താണ്? ഡാറ്റകൾ ഉണ്ടാവും അല്ലെ, പല രേഖകൾ ഉണ്ടാവും, ഉറവിടങ്ങള്, എന്നിവയുടെ വിലയിരുത്തലിലൂടെയാണ് ഓഡിറ്റ് നടത്തപ്പെടുന്നത് അല്ലെ. നമ്മള് പല രേഖകൾ പരിശോധിക്കാറുണ്ട്, പല ഡോക്യുമെന്റ്സ് പരിശോധിക്കാറുണ്ട് അല്ലെ. അപ്പൊ പല റിസോഴ്സസുകളായാലും നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പൊ ഇവയെല്ലാം കൂടി ഇവയുടെ ഭൂരിഭാഗമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്നിവയുടെ ഏതൊക്കെയാണ്? ഡാറ്റ, ഡോക്യുമെന്റ്സ്, റിസോഴ്സസ് എന്നിവയുടെ വിലയിരുത്തൽ കൂടിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി എന്തിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഓഡിറ്റ് നടത്തുന്നത്? ഡാറ്റയുടെ സഹായത്തോടു കൂടി, പല ഡോക്യുമെന്റ്സ് അല്ലെ, രേഖകളുടെ സഹായത്തോടു കൂടി, റിസോഴ്സിന്റെ സഹായത്തോടു കൂടി. അപ്പോ ഇവയുടെ എല്ലാം കാര്യങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി, ഡാറ്റ, ഡോക്യുമെന്റ്, റിസോഴ്സസ് ഇവയുടെ എല്ലാം സഹായത്തോടു കൂടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് ഡെഫിനിഷൻ ക്ലിയർ ആണോ? രണ്ട് സെന്റൻസ് ആണ് അതിൽ പറയുന്നത് കേട്ടോ. മനസ്സിലായ രീതിയിൽ അവിടെ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പേഷ്യന്റ് രജിസ്റ്റർ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഹോസ്പിറ്റലിൽ നമ്മൾ പറയുമ്പോൾ പേഷ്യന്റ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് രജിസ്റ്റർ ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്തത്, ഇവ രണ്ടും യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തപ്പെടുന്നത്. ഓക്കെ ആണോ? രണ്ട് സെന്റൻസും ഒന്നും കൂടി ആ ഡെഫിനേഷൻ ഒന്ന് നോക്കിയേ. ഒന്നും കൂടി പറയാം. ഡെഫിനേഷൻ ആണ് നമ്മൾ പറയുന്നത്. A systematic and a critical assessment of the planning, delivery and evaluation of service with regard to efficiency, effectiveness and quality within given resources. നമ്മൾ പറഞ്ഞു
ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടാവും? നഴ്സുമാര്, ഡോക്ടേഴ്സ്, പല അതർ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അവര് കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസ് എങ്ങനെയായിരിക്കണം? ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസ് ആയിരിക്കണം. എല്ലാ സർവീസും നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളായാലും മെഡിസിന്റെ കാര്യങ്ങളായാലും അത് ക്ലിനിക്കൽ സർവീസുകളായാലും അല്ലെ, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ എന്താണ് ഇങ്ങനെ എല്ലാ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊടുക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കലായിട്ടും ഇവാലുവേറ്റ് വിലയിരുത്തുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം, മെഡിസിന്റെ കാര്യങ്ങളാവാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയെല്ലാം ഓഡിറ്റ്, ഏതിന്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് ഓഡിറ്റ് നടത്തപ്പെടുന്നത്? ഡാറ്റയുടെ സഹായത്തോടു കൂടി, ഡോക്യുമെന്റ്സിന്റെ സഹായത്തോടു കൂടി, പല റിസോഴ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഓഡിറ്റ് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എഴുതി വെക്കണം അവിടെ, പേഷ്യൻസ് രജിസ്റ്ററും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഹോസ്പിറ്റലുകളിൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ ആണോ? ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? മനസ്സിലായ രീതിയിൽ മിസ് പറയുമ്പോൾ എഴുതി വെക്കാട്ടോ, അത് വായിച്ചാൽ മനസ്സിലാവില്ല നമുക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് പോവാ ഇപ്പൊ തന്നെ. ഓക്കെ, ഇനി എന്താണ് ഓഡിറ്റ്? ഒരു കാര്യം കൂടി അവിടെ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ, നമുക്ക് നോക്കാം. ഓഡിറ്റ് ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ്. അപ്പൊ ആരാണ് ഈ ഇത് യൂസ് ചെയ്യുന്നത്? ഒരു പ്രോസസ് ആണ് അല്ലെ, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് നോക്കിയേ, ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. To estimate and evaluate and refine the care of patient in a systematic way. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ എന്നത് എന്താണ്? ഒരു പ്രോസസ്സാണ് അല്ലെ, ഒരു ചിട്ടയായിട്ടുള്ള രീതിയിൽ രോഗികളെ പരിചരിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ അവരുടെ കൊടുക്കുന്ന കെയർ അല്ലെ, അവരെ കൊടുക്കുന്ന കെയറുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഹെൽത്ത് കെയർ എന്നത് ഒരു ചിട്ടയായ രീതിയില് ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും വിലയിരുത്തുന്നതിനും, ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് calculates current practice against a defined standards. It belongs to clinical governance, which aims at safeguarding a high quality of clinical care for patients. അപ്പൊ എന്താണ് ഓഡിറ്റ്? കറണ്ട് പ്രാക്ടീസസ് അല്ലെ, ഇപ്പോഴുള്ള കെയർ, രോഗികൾക്ക് കൊടുക്കുന്ന കെയർ എങ്ങനെയാണ്, അതുപോലെ തന്നെ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ഹോസ്പിറ്റൽസിനും എല്ലാ ഹോസ്പിറ്റൽസിനും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ നിലവാരത്തില് ഹോസ്പിറ്റലില് രോഗികൾക്ക് കൊടുക്കുന്ന കെയർ എത്തുന്നുണ്ടോ? ആ സ്റ്റാൻഡേർഡ് റിഫൈൻ എന്ന് പറഞ്ഞാല് ശുദ്ധീകരിക്കുക. ഇത് റിഫൈൻ കെയർ ഏതാണോ? ഓക്കെ,
ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്റ്റാൻഡേർഡ് അല്ലെ, എല്ലാ ഹോസ്പിറ്റൽസിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. രോഗികൾക്ക് കൊടുക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് ഹോസ്പിറ്റൽസ് എത്തുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ്. ഓക്കെ, അപ്പോ ഇപ്പോഴുള്ള കറണ്ട് പ്രാക്ടീസ് എങ്ങനെയാണ്, ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ഹോസ്പിറ്റൽ എത്തുന്നുണ്ടോ എന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട എയിം, ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സേഫ് ഗാർഡിങ് ദ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഫോർ പേഷ്യൻസ്. അതൊന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പ്രധാനപ്പെട്ട എയിം? നല്ല രീതിയിൽ ക്ലിനിക്കൽ കെയർ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, മെയിൻ എയിം എന്താണ്? The safeguarding a high quality of clinical care for patients. ഓക്കെ, അപ്പോ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ചിട്ടയായ രീതിയിൽ രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണം കണക്കാക്കുന്നതിനും വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. ഇനി കറണ്ട് പ്രാക്ടീസ് അല്ലെ, ഇപ്പോഴുള്ള എങ്ങനെയാണ് കെയർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിലോട്ട് നമ്മുടെ ഹോസ്പിറ്റല് എത്തുന്നുണ്ടോ എന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ഗാർഡിങ് എ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഫോർ പേഷ്യൻസ്. നല്ല രീതിയിൽ രോഗികൾക്ക് രോഗി പരിചരണം ഉറപ്പുവരുത്തുക, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഡെഫിനിഷൻ ആൻഡ് പാരഗ്രാഫ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വായിച്ചു നോക്കിയാൽ രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഡെഫിനിഷനും ഓഡിറ്റും. ക്ലിയർ ആണോ? ഓഡിറ്റ് എന്താണെന്ന് ഒരു രൂപം കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ആണ് വൈ ഓഡിറ്റ്. എന്തിനാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്, ഓഡിറ്റ് നടത്തുന്നത്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് അല്ലെ. ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട്, സസ്റ്റെയിൻ മീൻസ് നിലനിർത്തുക. ഡിഫൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് എ സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റല് അതുപോലെ തന്നെ ഓർഗനൈസർക്ക് അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, അവരുടെ റെപ്യൂട്ടേഷൻ പദവി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിലനിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റാഫുകൾ ഉണ്ടാവും, ഓർഗനൈസർ ഉണ്ടാവും, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, അവരുടെ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്. നമുക്കറിയാം ഒരു നിശ്ചിത സ്റ്റാൻഡേർഡിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ നല്ല രീതിയിൽ എന്താണ് ആ ഹോസ്പിറ്റലിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കായാലും റെപ്യൂട്ടേഷൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഓഡിറ്റ് നടത്തുമ്പോൾ അവിടെ ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ ഓർഗനൈസർക്കായാലും പല സ്ഥലത്തുള്ള സ്റ്റാഫുകൾക്കായാലും അവിടെ റെപ്യൂട്ടേഷൻ പദവി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. എന്താണ് ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട്
ഇപ്പോഴുള്ളതും കറണ്ട് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഭാവിയിലും ഉണ്ടാകാൻ പോകുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കണക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് രോഗി പരിചരണത്തിനാണ്. ക്വാളിറ്റി കെയർ കൊടുക്കുക എന്ന് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നത്. ഓഡിറ്റില് കണക്ക് കാര്യങ്ങൾ ഉണ്ടായാൽ കൂടിയും നമ്മൾ അത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിനാണ് രോഗി പരിചരണത്തിന്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഡിപ്പെൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്, ഇപ്പോഴുള്ളതും ഭാവിയിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള ഫിനാൻഷ്യൽ നഷ്ടത്തെ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. കണക്ക് കാര്യങ്ങൾ നോക്കുന്നതിലൂടെ എന്താണ് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? റിഫൈൻ ക്വാളിറ്റി നിലനിർത്താനായിട്ട് അല്ലെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്, രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓഡിറ്റ് നടത്തുമ്പോഴാണ് അല്ലെ. എന്തെങ്കിലും ഏരിയാസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിൽ അല്ലെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണം അല്ലെങ്കിൽ ആവശ്യമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇൻസ്പയർസ് ടീം വർക്ക്, എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, പല സ്റ്റാഫുകളും അതർ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇവർക്കൊക്കെ ഒരുമിച്ച് കൂടി ഒരു ടീം വർക്കായിട്ട് ജോലി ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഇംപ്രൂവ്സ് പേഷ്യന്റ് കെയർ, പേഷ്യൻസ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്, നെക്സ്റ്റ് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. പീരിയോഡിക് ആയിട്ട് നമ്മളിങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. become necessary for meeting litigation under CPA. CPA ഫുൾ ഫോം എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. കെയർ പെർഫോമൻസ് അപ്രോച്ച്, കെയർ പെർഫോമൻസ് അപ്രോച്ച്, സോറി കെയർ പ്രോഗ്രാം ആണ് കേട്ടോ. കെയർ പ്രോഗ്രാം അപ്രോച്ച്. എന്താണ് കെയർ പ്രോഗ്രാം അപ്രോച്ച് എന്ന് പറഞ്ഞാല്? പേഷ്യൻസിന് കംപ്ലൈന്റുമായിട്ട് വരുന്ന കാര്യങ്ങൾ, കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ CPA ഏതാണ്? കെയർ പ്രോഗ്രാം അപ്രോച്ചിന്റെ കീഴിലാണ് തീർപ്പാക്കുന്നത്. മനസ്സിലായോ? കെയർ പ്രോഗ്രാം അപ്രോച്ചിന്റെ കീഴിലാണ് അത് തീർപ്പാക്കുന്നത്. പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഈ CPA കീഴിൽ വന്നിട്ട് അവർ തീർപ്പാക്കുന്നുണ്ട്. ഓക്കെ, ഓഡിറ്റ് നടത്തുന്നത് മൂലം ആ കംപ്ലൈന്റ്സ് തീർപ്പാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ CPA അണ്ടറിലാണ് അത് തീർപ്പാക്കുന്നത്. കെയർ പ്രോഗ്രാം അപ്രോച്ച്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് വൈ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. വൈ ഓഡിറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജസ്റ്റ് നാം പോയിന്റ്സ് ഒന്നും ഓർത്ത് വെച്ചാൽ മതി. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി, ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റല്, ഓർഗനൈസർ, സ്റ്റാഫുകൾ ഉണ്ടാവും, ഇവരുടെയൊക്കെ റെപ്യൂട്ടേഷൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴുള്ളതും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്വാളിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിനിക്കില് രോഗികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് അത് ഐഡന്റിഫൈ ചെയ്ത് തരുന്നുണ്ട് അല്ലെ. ഓഡിറ്റിലൂടെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് ആ ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഇൻസ്പയർ ടീം വർക്ക്, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റ് സ്റ്റാഫുകളായാലും ഒരുമിച്ച് ഒരു കൂട്ടമായി നിന്നുകൊണ്ട് ടീം വർക്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നു. പേഷ്യൻസ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഓഡിറ്റിങ്ങിനെ ചെയ്യുന്നതിലൂടെ, പീരിയോഡിക് ആയിട്ട് ചെയ്യുന്നതിലൂടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നെസസറി ഫോർ മീറ്റിംഗ് ലിറ്റിഗേഷൻ അണ്ടർ CPA, കെയർ പ്രോഗ്രാം അപ്രോച്ച്. CPA പേഷ്യൻസിന് എന്തെങ്കിലും എന്താണ് കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് തീർപ്പാക്കാനായിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നത്? CPA കീഴിലാണ് അത് തീർപ്പാക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്.
നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇനി പഠിക്കുന്നത്. Audit may be internal or external. Internal ഉണ്ട് അതുപോലെ തന്നെ external ഉണ്ട്. Audit may be internal or external. An internal audit is an independent evaluation to provide guarantee to the organization that its financial and operational controls are adequate. എന്താണ് internal audit എന്ന് പറയുന്നത്? An internal audit is an independent evaluation. അല്ലെ, independent ആയിട്ടുള്ള evaluation ആണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് to provide guarantee to the organization. ഒരു ഗ്യാരണ്ടി ഫിനാൻഷ്യൽ ആയാലും അതുപോലെ തന്നെ പല ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഗ്യാരണ്ടി ഈ ഇന്റേണൽ ഓഡിറ്റ് ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അടിയിൽ ഒന്ന് വരച്ചു വെക്കാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് to provide guarantee to the organization. ഇത്ര മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. Okay, this procedure comprises organizational policies and procedures proportional to require compliance demands. Compliance demands. അപ്പൊ എന്താ പറയുന്നത്? ഈ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും, ഏതൊക്കെയാണ്? ഡേ ടു ഡേ എക്കണോമിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, എല്ലാത്തരം ഡേ ടു ഡേ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം പ്രവർത്തനങ്ങളും, ഏതൊക്കെയാണ് എല്ലാത്തരം പ്രവർത്തനങ്ങള്? ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാത്തരം ഡേ ടു ഡേ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ക്ലിയർ ആയോ? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ഇത് ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം പ്രവർത്തനങ്ങള്, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാത്തരം ഡേ ടു ഡേ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, എഴുതി വെച്ചോ? നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് പറയുമ്പോ അത് രണ്ടും കൂടി മിക്സ് ആവരുത് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്നതാണ് അല്ലെ. ഓർഗനൈസേഷന്റെ ഉള്ളില് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തരം ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളെയും ഡേ ടു ഡേ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇനി ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഓഡിറ്റ് നടത്തുന്നത് ആരായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഗസ് ചെയ്യാൻ പറ്റോ? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോ ഓഡിറ്റ് അവിടെ ചെയ്യുന്നത് ആരായിരിക്കും? അതായിരിക്കും ഇന്റേണൽ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ തന്നെ സ്റ്റാഫ് ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫ് ആയിരിക്കും ചെയ്യുന്നത്. വിത്തിൻ ദ ഹോസ്പിറ്റലിന്റെ ഉള്ളില് സ്റ്റാഫ് ഉണ്ടാവും. ആ സ്റ്റാഫിനെ ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഓഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഹോസ്പിറ്റലിനുള്ളിലെ സ്റ്റാഫ് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഓഡിറ്റ് നോക്കാം. എക്സ്റ്റേണൽ ഓഡിറ്റ് are used to evaluate
certain aspects of characteristics of a healthcare providing organization against specified standards. Accordingly, the implementation of an external audit needs an external standards and cooperation from beyond the hospital, and this distinguish them from internal audits. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പറഞ്ഞു തരാം. ചില ക്രൈറ്റീരിയകള് പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകള് വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വായിക്കാം. ചില ക്രൈറ്റീരിയകള് പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകള് വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. നമുക്കറിയാം, പല ഹോസ്പിറ്റലും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ? പല ക്രൈറ്റീരിയാസുമാണ് പല ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പല ഹോസ്പിറ്റലുകളും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ആ മാനദണ്ഡങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ സ്വഭാവ സവിശേഷതകള് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പല ഹോസ്പിറ്റലുകളും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി കിട്ടിയോ? എന്താണെന്ന്? അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് കേട്ടോ. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പല ഹോസ്പിറ്റലുകളും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോ ആരായിരിക്കും ഓഡിറ്റ് നടത്തുന്നത്? എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? പുറത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെ? പുറത്തു നിന്നുള്ള ആളുകളായിരിക്കാം എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. അതിന് കൂടി ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ. ഫസ്റ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തിരിക്കാം. External audits are used to evaluate certain aspects of characteristics of a healthcare providing organization against the specified standards. Clear ആയോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഡേ ടു ഡേ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ പല ഹോസ്പിറ്റലും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ? ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതാ പറയണ്ടേ? രണ്ടും പറയണോ? ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് ടു പ്രൊവൈഡ് ദ ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. നമുക്കറിയാം എന്താണ്, ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, അല്ലെ? ഡേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓപ്പറേഷണൽ ആയിക്കോട്ടെ, അതുപോലെ എക്കണോമിക് പ്രവർത്തനങ്ങളായിക്കോട്ടെ, പല പ്രവർത്തനങ്ങളും ഡേ ടു ഡേയിൽ നടക്കുന്നുണ്ട്, അല്ലെ?
ഡേ ടു ഡേ പ്രവർത്തനങ്ങള്, ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഡേ ടു ഡേ പ്രവർത്തനങ്ങള് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള സ്റ്റാഫുകൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പല ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ, പല ഹോസ്പിറ്റലുകളുണ്ട്. ആ പല ഹോസ്പിറ്റലുകളും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്ത് പോകുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ, സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ഹോസ്പിറ്റലില് പുറത്തു നിന്ന് വരുന്ന സ്റ്റാഫുകളായിരിക്കും. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും? ഓക്കെ ആണോ? ഇനി ഒന്ന് വായിച്ചു നോക്കി, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആയോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ ഓഡിറ്റ് is defined as the assessment of medical care in retrospect through scrutiny of medical reports. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ഡെഫിനിഷൻ. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് is defined as the assessment of medical care in retrospect through scrutiny of medical records. മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലയളവില് വൈദ്യപരിചരണം നിലനിർത്തുന്ന രീതി. ഓക്കെ, എങ്ങനെയാണ് മെഡിക്കൽ ഓഡിറ്റ്? മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഈ ഓഡിറ്റ് നടത്തുന്നത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യപരിചരണം നിലനിർത്തുന്ന രീതി, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോ നോക്കാം, ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം ഡോക്ടർമാര് മുൻകാലയളവിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതാണ് വിലയിരുത്തുന്നത്. ക്ലിയർ ആയോ? ഒരു 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അതൊക്കെ പരിശോധിച്ച് മുൻകാലയളവില് ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നത്,
എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, നമുക്ക് കിട്ടും അല്ലെ? അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അതാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു. മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. 1000 മെഡിക്കൽ റെക്കോർഡ്സ് എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത്. 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കി പരിശോധിച്ച് അതിനുശേഷം മുൻകാലങ്ങളില് എങ്ങനെയാണ് പേഷ്യൻസിനെ പരിചരിച്ചിരുന്നത് ഡോക്ടേഴ്സ് എന്നുള്ളത് വിലയിരുത്തുന്ന രീതി, അതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എഴുതി വെക്കാം കേട്ടോ, മനസ്സിലായ രീതിയിൽ ഒന്ന് എഴുതി വെക്കാം. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് എ പ്ലാന്റ് അനാലിസിസ് program which clearly monitors and evaluates the clinical performance of all practitioners recorded by qualified professional staff to identify, examine or verify the performance using accepted criteria. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് എന്ത്? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? എല്ലാ പ്രാക്ടീഷണർമാരുടെയും എല്ലാ ഡോക്ടേഴ്സിന്റെയും ക്ലിനിക്കൽ പ്രകടനം, രോഗികളെ പരിചരിക്കുന്നത് എങ്ങനെയാണ്, അത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാനും വിലയിരുത്താനും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിയമിച്ച സ്റ്റാഫുകൾ ഉണ്ടാവും, അവരാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്, നടത്തുന്നത്. കിട്ടിയോ? മെഡിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും വിലയിരുത്താനും വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിയമിച്ച സ്റ്റാഫുകളും അവിടെ ഉണ്ടാവും. ഓക്കെ ആണോ? മെഡിക്കൽ ഓഡിറ്റിന് ഡൗട്ട് ഉണ്ടോ? മെഡിക്കൽ ഓഡിറ്റ് എന്താണ് നമ്മൾ പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു. മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ, ഓഡിറ്റ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞത്, ഒരു ഹോസ്പിറ്റലിൽ 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അവയെല്ലാം നോക്കി പരിശോധിച്ച് ഇവാലുവേറ്റ് ചെയ്ത് മുൻകാലയളവില് ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് മെഡിക്കൽ ഓഡിറ്റ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? എല്ലാ പ്രാക്ടീഷണർമാരുടെയും എല്ലാ ഡോക്ടേഴ്സിന്റെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും വേണ്ടി ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി പ്രത്യേകം നിയമിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ ആണോ? മെഡിക്കൽ ഓഡിറ്റിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ്. Clinical audit covers all features of clinical care, including that provided by nursing and paramedical staff. എന്താ പറയുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ covers all features of clinical care, including that provided by nursing and paramedical staff.
നഴ്സുമാര്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകള് എന്നിവര് നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾപ്പെടുത്തുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നഴ്സുമാരായാലും പാരാമെഡിക്കൽ സ്റ്റാഫുകളായാലും ഇവര് കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ പറഞ്ഞാല് നഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയൊക്കെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. ഇത്ര മാത്രം മനസ്സിലാക്കാം കേട്ടോ. നഴ്സുമാരുടെ ആയാലും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ആയാലും ക്ലിനിക്കൽ കെയർ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അവരെ എങ്ങനെയാണ് രോഗികളെ പരിചരിക്കുന്നത്, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫുകള് എന്നിവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? The quality improvements process that tries to enhance patient care and effect through systematic analysis of care of the health care team against clear-cut criteria and the implementation of change. ഇനി എന്താണ് ക്വാളിറ്റി? അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. ഇതാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ കെയർ എൻഹാൻസ് ചെയ്യുക. എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡ് ചെയ്യുക അല്ലെ, നല്ല രീതിയിൽ ഇൻക്രീസ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. മനസ്സിലായോ? സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഹോസ്പിറ്റലിന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? പാരഗ്രാഫിൽ എന്താ നമ്മൾ പഠിച്ചത് പറഞ്ഞത്? നല്ല രീതിയിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ കെയർ കൊടുക്കുന്ന, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്ന രീതി, അതിനെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ പേഷ്യന്റ് കെയർ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെയാണോ? വായിച്ചു നോക്കിയ മെഡിക്കൽ ഓഡിറ്റും അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റും. ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇല്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്താണ് മെഡിക്കൽ ഓഡിറ്റ്, എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്, അങ്ങനെയാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ ഇനി അടുത്ത പേജിലൊക്കെ പഠിക്കാനുണ്ട്.
ക്ലിയർ ആണോ? മെഡിക്കൽ ആൻഡ് ക്ലിനിക്കൽ ഓഡിറ്റ്. റെട്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോട്ടം എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, ഓർഗനൈസേഷൻ ഓഡിറ്റ് പറയട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മെഡിക്കൽ ആൻഡ് ക്ലിനിക്കൽ ഓഡിറ്റില്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നിങ്ങൾ എടുക്കുന്ന പോർഷൻ, നിങ്ങൾ തന്നെ വായിച്ചു നോക്കി പഠിക്കണം കേട്ടോ. അതിനൊരു ബുദ്ധിമുട്ട് വരെ. ക്ലിയർ ആണ്? നെക്സ്റ്റ് എടുക്കാം നമുക്ക്. അപ്പൊ നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. Organizational audit means the investigation of practice like appointment systems, policies, practice standards which are considered as primarily administrative functions. ഒരു ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ പോളിസീസ് ഉണ്ടാവും, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ്, അല്ലെ, പല ഗൈഡ് ലൈൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഇതൊക്കെ ഉണ്ടാവും അല്ലെ. ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടാവും? അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് അല്ലെ, അതുപോലെ തന്നെ പോളിസീസ്, ഓർഗനൈസേഷൻ, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ് ഇവയൊക്കെയും ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ അപ്പോ അങ്ങനെയുള്ള ഈ ഫങ്ഷൻസ് അല്ലെ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ്, പ്രാക്ടീസുകൾ, ഇതൊക്കെ ഇവാലുവേറ്റ്, ഇതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ് എന്നിവയെ കുറിച്ചുള്ള ഇവാലുവേഷൻ അത്രമാത്രം ഓർത്ത് വെക്കുക കേട്ടോ. ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇവാലുവേഷൻ. ഓക്കെ, മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര വൈകുന്നേരം എടുക്കുന്നുള്ളൂ, കൂടുതൽ എടുക്കുന്നില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ്, അതുപോലെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണ്, ഓർഗനൈസേഷൻ ഓഡിറ്റ് ഏതൊക്കെ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഓരോ ഓഡിറ്റുകളും പഠിക്കാം, സെപ്പറേറ്റ് ആക്കി പഠിക്കണേ. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പല ഹോസ്പിറ്റൽസും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഓഡിറ്റ് എന്താണ്? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ്സുകൾ നമ്മൾ നോക്കിയിട്ട് എന്താണ് മുൻകാലയളവില് ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നത് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. ഇനി ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഒരു രണ്ടുപേരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, ഹോസ്പിറ്റലൊന്നും ഓർത്ത് വെക്കാം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, അതുപോലെ പ്രാക്ടീസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും അല്ലെ. ഇവയെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഇത്ര വരെ പഠിച്ചുകൊണ്ട് വരാം, പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ ആണോ? ഇത്ര വരെ ഓർഗനൈസേഷണൽ ഓഡിറ്റ് വരെയും
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓരോ ഭാഗങ്ങളും അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ പഠിച്ചു പോവാം. അല്ലെങ്കിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പോഴും പറയാണ്, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് പോലെയല്ല, കുറെ അധികം പഠിക്കാനുണ്ട് തേർഡും ഫോർത്തിലും. അപ്പൊ അന്ന് തന്നെ വായിച്ചെങ്കിലും വെക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you.